നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കമിട്ട UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റിനായി സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റ് ജനകീയ പ്രഖ്യാപനങ്ങൾ നിറഞ്ഞതാകുമോ എന്നതാണ് പുറത്തുവരുന്ന സൂചനകൾ. സാധാരണക്കാരെയും പെൻഷൻ ഗുണഭോക്താക്കളെയും സ്ത്രീകളെയും യുവജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും വ്യവസായ മേഖലകളെയും ഉൾക്കൊള്ളുന്ന നിരവധി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉയരുന്ന വിഷയം ക്ഷേമ പെൻഷനാണ്. നിലവിൽ ലഭിക്കുന്ന ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കുറഞ്ഞത് 100 രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സർക്കാർ പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ട് ഗുണം ചെയ്യുന്ന തീരുമാനമായതിനാൽ ആദ്യ ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി ഇത് മാറിയേക്കും. അതേസമയം സ്ത്രീകൾക്കായി കൂടുതൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 3000 രൂപ വരെ ധനസഹായം ലഭിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾക്ക് സർക്കാർ പ്രാധാന്യം നൽകുമോ എന്ന ചർച്ചകൾ സജീവമാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകാനാണ് സർക്കാരിൻ്റെ ശ്രമമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനൊപ്പം സംസ്ഥാനത്തെ വിദ്യാർത്ഥിനികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു പ്രഖ്യാപനവും പ്രതീക്ഷിക്കുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വിതരണം ചെയ്യുന്ന പദ്ധതി ആദ്യ ബജറ്റിൽ ഉൾപ്പെടുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ ശാക്തീകരണത്തിലും പുതിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന തീരുമാനമായി ഇത് മാറിയേക്കും. പിന്നെ APL കാർഡുകാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. നിലവിൽ പല ആനുകൂല്യങ്ങളിൽ നിന്നും പുറത്തു നിൽക്കുന്ന കുടുംബങ്ങൾക്കും പുതിയ സഹായങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാർ പരിഗണിക്കുന്നതായാണ് വിവരം. അതുകൊണ്ട് തന്നെ APL വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ ഈ ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്ന ബജറ്റായിരിക്കും ഇതെന്നാണ് വിലയിരുത്തൽ. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാണ് സർക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ജനങ്ങളുടെ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ആദ്യ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ശക്തമാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും സജീവ ചർച്ചയിലുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന പദ്ധതിയായിരിക്കും ഇത്. ചികിത്സാ ചെലവുകൾ കാരണം ബുദ്ധിമുട്ടുന്ന നിരവധി കുടുംബങ്ങൾക്ക് വലിയ സഹായമാകുന്ന പദ്ധതിയായി ഇത് മാറിയേക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കിയ സാഹചര്യത്തിൽ KSRTCക്ക് കൂടുതൽ ധനസഹായം അനുവദിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCയെ ശക്തിപ്പെടുത്തുന്നതിനും പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക തുക ബജറ്റിൽ നീക്കിവെക്കാനാണ് സാധ്യത കാണുന്നത്. സർക്കാർ ജീവനക്കാർക്കും ചില ആശ്വാസങ്ങൾ ലഭിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുന്നതോടൊപ്പം മുൻകൂറായി ഒരു ഗഡു അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ചാലും അത് ഉടൻ നടപ്പാക്കണമെന്ന പ്രഖ്യാപനമുണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 10 വർഷത്തിലൊരിക്കൽ മാത്രം ശമ്പള പരിഷ്കരണം മതിയെന്ന ശുപാർശ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ശമ്പള പരിഷ്കരണം. പെൻഷൻ പ്രായം 58 ആക്കണമെന്ന ധവളപത്രത്തിലെ ശുപാർശയും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യ ബജറ്റിൽ ഇത്തരമൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജനങ്ങളിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുള്ള തീരുമാനങ്ങൾ സർക്കാർ ഇപ്പോൾ ഒഴിവാക്കുമെന്നാണ്
രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായി മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിലൂടെ അധിക വരുമാനം കണ്ടെത്താനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നതിനുള്ള ആലോചനകളും സർക്കാർ തലത്തിലുണ്ട്. റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായി ഇതിനെ കാണുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പെട്രോൾ സെസ് കുറയ്ക്കുമോ എന്ന കാര്യവും ബജറ്റിലൂടെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ. സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ജനങ്ങൾ ഈ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. വൈദ്യുതി ഉൽപാദന മേഖലയ്ക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിനുള്ള ആലോചനകളും സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും വൈദ്യുതി മേഖലയുടെ വികസനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമെന്നാണ് സൂചന. കേരളത്തിൽ പുതിയൊരു വ്യവസായ നയത്തിന് തുടക്കമിടുന്ന ബജറ്റായിരിക്കും ഇതെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ചെറുകിട വ്യവസായങ്ങൾക്കും ഇടത്തരം സംരംഭങ്ങൾക്കും IT മേഖലയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ടൂറിസം മേഖലയ്ക്കും പ്രത്യേക പ്രാധാന്യം ലഭിച്ചേക്കും. സംസ്ഥാനത്തിന്റെ വരുമാന മാർഗങ്ങളിലൊന്നായ ടൂറിസം മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതുപോലെ ഷിപ്പിംഗ് മേഖലയിലും വ്യോമയാന മേഖലയിലും പുതിയ പദ്ധതികൾക്ക് തുടക്കമിടാനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചേക്കും. വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾക്കും കൂടുതൽ തുക അനുവദിക്കുമെന്നാണ് സൂചന. വ്യോമയാന ഹബ്ബ് പദ്ധതികൾക്കും ആദ്യ ബജറ്റിൽ ഇടം ലഭിച്ചേക്കും. കേരളത്തെ പുതിയ നിക്ഷേപ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വ്യവസായ വാണിജ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വ്യവസായ പ്രമുഖരുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. നിക്ഷേപകരെ ആകർഷിക്കുന്നതിനുള്ള നടപടികൾക്കും ആദ്യ ബജറ്റിൽ പ്രാധാന്യം നൽകുമെന്ന് ആണ് വിലയിരുത്തുന്നത്. പരമ്പരാഗത വ്യവസായ മേഖലകൾക്ക് കൂടുതൽ പിന്തുണ നൽകേണ്ട സാഹചര്യമാണുള്ളത്. കയർ, കൈത്തറി, കശുവണ്ടി മേഖലകൾ ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. തളർന്നു കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലയിലും സർക്കാർ ഇടപെടൽ ഉണ്ടായേക്കും. ഈ മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ നടപടികൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം സംസ്ഥാനത്തിന് വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. CAG റിപ്പോർട്ട് പ്രകാരം 77 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 18,026 കോടി രൂപയാണ്. ഈ സാഹചര്യം എങ്ങനെ മറികടക്കുമെന്നതും പ്രധാന ചോദ്യമാണ്. ധവളപത്രത്തിലെ സ്വകാര്യവൽക്കരണ നിർദ്ദേശങ്ങൾ പൊതുമേഖലാ ജീവനക്കാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനും പുനരുജ്ജീവിപ്പിക്കുന്നതിനും സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കുക എന്നതും ശ്രദ്ധേയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയും നിക്ഷേപകരുടെ താൽപര്യക്കുറവും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വലിയ വെല്ലുവിളി ആണ്. ഈ സാഹചര്യത്തിൽ പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നത് സർക്കാരിന് നിർണായക ദൗത്യമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് കയ്യടി ലഭിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ബജറ്റായിരിക്കും അവതരിപ്പിക്കപ്പെടുക എന്ന പ്രതീക്ഷയാണ് വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നത്. പെൻഷൻ വർധനവ്, സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, വിദ്യാർത്ഥിനികൾക്കുള്ള പ്രതിമാസ സഹായം, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, APL കാർഡുകാർക്കുള്ള സഹായങ്ങൾ, വ്യവസായ വികസനം, വിഴിഞ്ഞം പദ്ധതി തുടങ്ങി നിരവധി പ്രതീക്ഷകളോടെയാണ് കേരളം UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിന്റെ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന ബജറ്റായി ഇത് മാറുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ജനങ്ങളുടെ പ്രതീക്ഷകൾ എത്രത്തോളം നിറവേറ്റാൻ ഈ ബജറ്റിന് കഴിയുമെന്ന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.